ഹലോ, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. ഞങ്ങളിപ്പോൾ അബുദാബിയിലാണ്. ഞാൻ പറയണ പോലെ ആളിങ്ങനെ പറയണതാണ്. ഞങ്ങളിപ്പോൾ അബുദാബിയിലാണ്. ഞാനും ഹസ്ബൻഡും മോളാണ് ഇപ്പോൾ അബുദാബിയിൽ. ഫാമിലീസൊക്കെ നമ്മുടെ നാട്ടിലാണ്. ഞാൻ വന്നത് വിസിറ്റിങ്ങിനാണ് വന്നേക്കുന്നത്. ആളോട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഇപ്പം എൻ്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിശേഷം അതൊക്കെ എനിക്ക് എൻ്റെ കണ്ടന്റിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചിരുന്നത്. പക്ഷേ ഞാൻ സാധാരണ നാട്ടുപുറത്ത് നിന്ന് വന്നൊരു കുട്ടിയാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടുത്തെ ഉണ്ടായ ഒരു അനുഭവങ്ങൾ, കാഴ്ചകൾ ഞാൻ ഇന്നവരെ കാണാത്ത, ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച അത്ര നല്ല നല്ല കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ എന്നിലൂടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇതാണ് എൻ്റെ ഹസ്ബൻഡ്. ഹായ് കൊടുക്ക്. ഷുണ്ട ഭയങ്കര സന്തോഷത്തിലാണ്. ടാറ്റ പോണുണ്ട്. പിന്നെ ഞങ്ങൾ ദുബായിലേക്ക് പോവാണ്. ആളുടെ ഒരു ഫ്രണ്ടിനെ നാട്ടിൽ പോവാണ്. അപ്പോൾ എയർപോർട്ടിലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 5 മണി സമയം, ഒരു 1.5 മണിക്കൂർ വേണം അവിടെ എത്തണമെങ്കിൽ. പിന്നെ പോകും വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണാം. ടാറ്റ എടുക്ക്. ബൈ പറ. ഉമ്മ എടുക്കും. അങ്ങനെ നമ്മുടെ വ്ളോഗിൻ്റെ ആദ്യത്തെ യാത്രയും നമ്മുടെ യാത്ര ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു ഏരിയ. ഇവിടെ മൊത്തം വില്ലകളാണ് കൂടുതലായിട്ടുള്ളത്. ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പിന്നെ നീങ്ങിയിട്ട് പിന്നെ ഫ്ലാറ്റുകളൊക്കെ. നമ്മൾ ഷുണ്ടിന് കളിക്കാൻ എളുപ്പത്തിനും ഇവിടെ വില്ലയുടെ താഴത്തൊക്കെ കുറച്ച് കളിക്കാൻ കുറച്ച് ഏരിയയൊക്കെ ഉണ്ട്. 2 പാർക്കുകളുണ്ട്. അപ്പോൾ അതിനും കൂടിയിട്ടാണ് നമ്മൾ വില്ല നോക്കിയത്. അവൾക്ക് കൂടുതൽ കളിക്കാനുള്ള സൗകര്യം നോക്കിയിട്ടാണ് നമ്മൾ വില്ല എടുത്തത് കേട്ടോ. ഇപ്പോൾ ആൾ നല്ല ഡാൻസിലൊക്കെയാണ്. ആൾക്ക് പാട്ട് വെച്ച് കഴിഞ്ഞാൽ ആളിങ്ങനെ ഇരുന്ന് കളിച്ചോളും. പാട്ട് കേട്ടിരുന്ന് കുറേ നേരമൊക്കെ ഇരിക്കും. അത് കഴിഞ്ഞ് പിന്നെ വിശന്ന് തുടങ്ങിയാൽ പിന്നെ വാശിയായി. പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് ചിപ്സും സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിച്ചങ്ങനെ ആളിരിക്കും. ഇത് കണ്ടില്ലേ, 2 സൈഡിൽ നല്ല പച്ചപ്പൊക്കെ ആയിട്ട് കണ്ടോ. ലെഫ്റ്റ് സൈഡിൽ കണ്ടോ മരങ്ങളൊക്കെ കറക്റ്റിന്, അത് മരമാണോ ചെടിയാണോ എന്ന് എനിക്കറിയില്ല, കറക്റ്റിനൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ടോ. എന്തൊരു ഭംഗിയാണത് കാണാനായിട്ട്. തിരിച്ചു വരുമ്പോഴാട്ടോ ഭംഗി. കാരണം ലൈറ്റും ഒക്കെ ആയിട്ട്, വണ്ടികളുടെ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും ഒക്കെ ഇട്ട് അടിപൊളിയാണ്. രാത്രിയിലുള്ള യാത്രയാണ് അടിപൊളി കേട്ടോ. പകൽ കാണുന്നതിനേക്കാളും ഭംഗിയാണ് രാത്രി വരുമ്പോൾ. ഞാൻ തിരിച്ച് റിട്ടേൺ വരുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല. പറ്റുകയാണെങ്കിൽ എടുക്കാം കേട്ടോ. അതേ ചുണ്ടാപ്പോൾ ബിസ്ക്കറ്റ് കഴിച്ചു തുടങ്ങി. ചുണ്ടാപ്പോന് വിശന്ന് തുടങ്ങി. ഇനി കുറച്ചുമ്പോൾ വാശി വരും. അതിൻ്റെ സിഗ്നലാണതൊക്കെ. ബിസ്ക്കറ്റൊക്കെ കഴിച്ച ആളങ്ങനെ നോക്കിയിരിക്കുകയാണ്. ആളിത് നല്ല ചിരിച്ച് മയങ്ങിയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോവാണ്. ശരിക്കും സിജോ ദുബായിലാണ് വർക്ക് ചെയ്തിരുന്നത് കേട്ടോ. വന്ന സമയത്ത് ആദ്യമായിട്ട് ഗൾഫിൽ വന്നതൊക്കെ ദുബായിലാണ്. അപ്പോൾ അവിടെയാണ് വർക്ക് ചെയ്തത്. പിന്നെ ഇവിടെ അബുദാബിയിൽ ബ്രാഞ്ച് തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. അതുകൊണ്ട് സിജോന് കൂടുതലും ഫ്രണ്ട്സ് അബുദാബിയിലാണുള്ളത്. പിന്നെ ഇവർക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ദുബായിലടുത്ത ഓഫീസിൽ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോഴൊക്കെ സിജോ ഞാൻ വരുന്നതിന് മുമ്പൊക്കെ അവിടെ തന്നെ നിൽക്കാറ്. വെള്ളിയാഴ്ച ദിവസങ്ങളിലൊക്കെ അവിടെ നിന്നിട്ട് പിന്നെ ഒരു സൺഡേ മൺഡേക്ക് ആകുമ്പോൾ ഇങ്ങോട്ട് പോരും, അബുദാബിക്ക് പോരും. അങ്ങനെയാണ് ചെയ്യാറ്. ഇപ്പം ഞാൻ വന്നത് പിന്നെ ആളിങ്ങനെ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോയിട്ട് ഇവിടെ രാത്രി തിരിച്ചു വരും. പിന്നെ അവിടുത്തെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും വിളിക്കാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇപ്പം ഞങ്ങൾ ആളെ കൊണ്ടുവന്നാക്കാൻ പോണത്. പിന്നെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ട് ഞാനെന്താ സിജോനെ പേര് വിളിക്കണേന്ന് ഹസ്ബൻഡിനെ. ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാട്ടോ. ലവ് മാരേജ് ആയിരുന്നു ഞങ്ങളുടെ. അപ്പോൾ പിന്നെ ഒരുമിച്ച് പഠിച്ച സമയത്ത് നമ്മൾ പേരാണ് വിളിച്ചിരുന്നത്. പിന്നെ അതങ്ങനെ ശീലമായി. എന്നെക്കാളും 1 വയസ്സ് മൂത്താണ് സിജോ. പിന്നെ കല്യാണത്തിന് ശേഷം ഞാനങ്ങനെ പേര് തന്നെ വിളിക്കാറ്. അന്ന് ചില സമയത്ത് സിജോ ചേട്ടാന്ന് വിളിക്കാറുള്ളൂ. അങ്ങനെ പിന്നെ ശീലമായിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. ഹോട്ടൽ മാനേജ്മെൻറ്റ് മാളയിൽ അങ്ങനെ ഒരുമിച്ച് പഠിച്ചതാണ്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇവിടെ കണ്ട റോഡിൽ 5 ലൈൻ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് സിജോ പറഞ്ഞതാണ്. എനിക്കതെങ്ങനെ നിങ്ങളെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയില്ല. എന്നാലും എൻ്റെ രീതിയിൽ ഞാൻ പറഞ്ഞാൽ ഇവിടെ 5 ലൈൻ ഉണ്ട്. ഇത് 1 വേ ആണ്. അപ്പോൾ ലാസ്റ്റ് ലൈൻ കണ്ടോ, ആ ലൈനിലൂടെ സ്പീഡിൽ പോണ വണ്ടികൾ മാത്രമേ അതിലൂടെ പോവുള്ളൂ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ വേഗം പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ലൈനിലൂടെ തന്നെ പോകണം. ഇതിലൂടെയൊക്കെ നോർമൽ സ്പീഡിൽ പോകണം കേട്ടോ, ഈ ലൈനൊക്കെ ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. നമുക്ക് പെട്ടെന്ന് പോകണമെങ്കിൽ അതിലൂടെ പോകാം. വേറെ വണ്ടികൾ ബാക്കിൽ കൂടെ ഒന്നും ഓവർടേക്ക് ചെയ്ത് പോകേണ്ട കാര്യമില്ല.
പിന്നെ ഇവിടെ ഒരു പള്ളിയുണ്ട് കണ്ടോ. ഇതൊക്കെ നൈറ്റ് നല്ല രസമുണ്ട്, ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളിയാണ്. ഞാൻ തിരിച്ച് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. പിന്നെ ഇത് പെട്രോൾ സ്റ്റേഷനാണെന്ന് തോന്നുന്നു, അബുദാബിയുടെ പെട്രോൾ സ്റ്റേഷനാണത്. ഇത് വലിയൊരു ഏരിയ തന്നെ ഉണ്ടെങ്കിൽ ഇത് സൂം ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ, മുകളിലിരിക്കുന്ന കാരണം കയ്യിൽ കുറച്ച് ഏരിയ തന്നെ ഉണ്ട്. പക്ഷെ ഉണ്ട് അപ്പോൾ നല്ല ഉറക്കമായിട്ടാ. ഇനി നേരെ സന്ധ്യ തുടങ്ങി. ഇതിന് ലെഫ്റ്റ് സൈഡിൽ ഒരു സിമെൻറ്റ് ഫാക്ടറി ഉണ്ട് കണ്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എത്താറായിട്ട്, ലേബേഴ്സ് ക്യാമ്പ് ഇപ്പോൾ എത്താറായിട്ടുണ്ട്. ഇത് നമ്മളിത് എത്തിയതാണ് ലേബർ ക്യാമ്പ്. ഇവിടെയാണ് മുമ്പ് സുജ താമസിച്ചതൊക്കെ. ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, ഇത് കണ്ടില്ലേ. നിങ്ങളിവിടെ റൂമൊക്കെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ഒരു റൂമിൽ തന്നെ 5-6 ബെഡൊക്കെ ഇട്ടിട്ട്. ഇതാണ് ഇവരുടെ അടുത്ത ജീവിതം കേട്ടോ. ഇവർ ഒരുപാട് എന്താ പറയുക കഷ്ടപ്പാടും പിന്നെ വീട്ടുകാരെ കാണാത്തതിൻ്റെ വിഷമവും ഇതൊക്കെയാണ് അവരുടെ ലോകം. നല്ല ഉറക്കം കുറഞ്ഞു. അങ്ങനെ നമ്മളിപ്പോൾ ദുബായിൽ എത്തിയിട്ടോ. ഇവിടെ വിശുണ്ടപ്പൊക്കെ ഉറക്കത്തിന്ന് എണീറ്റ് സുജൻ്റെ കയ്യിലിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ സമയം 6:15 നമ്മളിത് 5 മണിക്കാണ് ഇറങ്ങിയത്. 1 മണിക്കൂർ കൊണ്ട് എത്തി. ഇവിടെ ഇപ്പോൾ 6:15 നാട്ടിൽ എത്ര മണിയായിരിക്കും? 7:45 7:45. നമ്മുടെ നാട്ടിൽ 7:45. ഇവിടെ ഇപ്പം 6 മണിയായിട്ടുള്ളൂ. ഇതാണ് ലൈബ്രറി ക്യാമ്പ് കണ്ടോ. അവിടെയാണ് ആദ്യം സുജാനൊക്കെ താമസിച്ചിരുന്നത് കേട്ടോ. കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഞങ്ങളിപ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. പിന്നെ ഇനി ഇവിടുന്ന് എയർപോർട്ടിലാക്കിയിട്ട് ഞങ്ങൾ ആ വഴി വീട്ടിൽ പോകും. അങ്ങനെയാണ് വിശേഷങ്ങൾ. ചുണ്ടപ്പനെ അണിച്ച് ചുണ്ടപ്പ് നോക്ക്. ചുണ്ടപ്പ് നല്ല ഉറക്കപ്പിച്ചില്ല. അവിടെ പോന്നിപ്പോ ചുണ്ടപ്പ് കിടന്ന് ഉറങ്ങിയതേ. ചുണ്ട ബിസ്ക്കറ്റ് ഒക്കെ തിന്ന് ഉറങ്ങായിരുന്നു. അപ്പൊ വണ്ടി നിർത്തിപ്പോ എന്നിട്ടാ. ഇതൊക്കെ ഇവിടുത്തെ വിശേഷങ്ങള്. നമ്മൾ സാധാരണ നാട്ടിൽ നിന്ന് അവർ ഗൾഫിലേക്ക് വരുമ്പോൾ നമ്മുടെ ബന്ധുക്കാരുടെയും വീട്ടുകാരുടെയും ഫ്രണ്ട്സൊക്കെ വിഷമം മാത്രമേ കണ്ടിട്ടുള്ളതേ. ഇതിപ്പോൾ തിരിച്ചൊരു നാട്ടിൽ പോകുമ്പോൾ റൂംമേറ്റ്സിൻ്റെ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് കാണുന്നത്. കുറേ പേരുണ്ടായിരുന്നു യാത്ര അയക്കാനായിട്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട്. ആൾക്ക് പോണതിൻ്റെ സന്തോഷം, കൂട്ടുകാരന്മാർക്ക് ആൾ പോകുന്നതിൻ്റെ വിഷമം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇവിടെ. പിന്നെ ആളോട് പറയുന്നു ഇക്കയാണ് ഞങ്ങളുടെ ഫസ്റ്റ് കണ്ടൻറ്റെന്ന് യൂട്യൂബ് ചാനലിൻ്റെ. ഇതൊന്ന് ക്ലിക്കായിട്ട് വേണം. ഫാസിലൊക്കെയാണ് ഈ യൂട്യൂബ് ചാനൽ ഐശ്വര്യം ഞങ്ങൾക്കൊന്ന് ഇടാനായിട്ട്. ഇപ്പം അങ്ങനെ യാത്ര ഇപ്പാണ് ഇവിടെ. ഫാസിലിക്കയ്ക്ക് വൈഫുണ്ട്, 2 കുട്ടികളുണ്ട്. ആളുടെ വീട് മലപ്പുറത്താണ്. ഞാനിപ്പോൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആളിപ്പോൾ വീട്ടിലെത്തിയിട്ട് 3 ദിവസം കഴിഞ്ഞിട്ടുണ്ടാവും. വീഡിയോ എടുത്തിട്ട് കുറച്ച് ദിവസം പിടിച്ചു എനിക്കിതിപ്പോൾ പോസ്റ്റ് ചെയ്യാനായിട്ട്. ഇതൊക്കെ ഇത് സുജോൻ്റെ കമ്പനിയിൽ തന്നെ ഉള്ള ചേട്ടന്മാരും വേണ്ടത്. ഇവരെല്ലാവരും ഒരേ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യണത്, ഒരുമിച്ച് തന്നെയാണ് താമസിക്കണത്. അങ്ങനെ ഞങ്ങളിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഷുണ്ടാപ്പും ഇത് ഉറക്കത്തിൽ നിന്നിട്ട് ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം. ഞാൻ മിക്സറൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ആൾക്ക് മിക്സർ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട്. അതെങ്ങാനിട്ട് കുറച്ച് നേരം അതൊക്കെ കഴിച്ചിരുന്നോളും. ഈ ഫാസിലിക്ക് സുജോനും കൂടി എന്തോ വലിയ ചർച്ച നടത്തുകയാണ് കേട്ടോ.
എന്തോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുകയാണ്. ഞങ്ങളിത് ബാക്കിൽ ഇരുന്ന് മിച്ചറൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ്. ഇപ്പോൾ ഇതേ നേരം സൂര്യാസ്തമിച്ച് തുടങ്ങി. കണ്ടോ, ചെറുതായിട്ടിങ്ങനെ പ്രകാശമൊക്കെ കുറഞ്ഞ് തുടങ്ങി. ചുണ്ടു അതിൻ്റെ ഇടയ്ക്ക് ഇതേ ഫ്രണ്ടിൽ പോയിരുന്നു ആളുടെ അടുത്ത്. ചുണ്ടു സാധാരണ അങ്ങനെ ആരുടേക്കും പോവാറില്ല കേട്ടോ. ഒരാളുടെയും വിളിച്ചാൽ പോകില്ല, എല്ലാവരും മിരട്ടലാണ് പതിവ്. ആളുടെ കയ്യിൽ എന്തോ പോയി. 2 എണ്ണം മാത്രമേ കണ്ടിട്ടുള്ളൂ, പക്ഷെ ഇന്ന് എന്തോ പോയി ആൾ. ഇപ്പോൾ അവിടെ ഇരിക്കുകയാണ് ഇങ്ങനെ കയ്യിൽ. ഇപ്പം കണ്ടോ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങി കേട്ടോ. അപ്പം ഇനി നല്ല ഭംഗിയായിരിക്കും. കാറുകളിലെ ലൈറ്റൊക്കെ അടിപൊളിക്കും. നൈറ്റ് ഡ്രൈവ് നല്ല രസമാണ് കേട്ടോ പോകാനായിട്ട്. കണ്ടോ, ചുണ്ടുവിന് ഇപ്പോൾ ഓറഞ്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് ഞങ്ങളെ ഒരു എവിടെ പോയെന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അവിടുത്തെ ബിൽഡിങ്ങിൽ ചേച്ചി തന്നതാണ് കേട്ടോ ഓറഞ്ച്. ഇത് കണ്ടോ, പള്ളി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ലേ, രാത്രി പള്ളി കാണാൻ നല്ല രസമാണെന്ന്. കണ്ടോ ലൈറ്റൊക്കെ ഇട്ടിട്ട് കണ്ടോ. ഞങ്ങൾ പിന്നെ ഇത് ബാക്കിൽ പാട്ടൊക്കെ ഇട്ട് അങ്ങനെ ഡാൻസൊക്കെ കളിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എയർപോർട്ട് എത്താറായി. ആൾക്ക് ഫ്ലൈറ്റ് ഞങ്ങളുടെ ഇവിടെ അബുദാബിയിൽ നിന്നാണ് കേട്ടോ ആൾക്ക് ഫ്ലൈറ്റ് കയറണത്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരിച്ച് അബുദാബിക്കാണ് വന്നത്. പിന്നെ ഇവിടെ നിന്നാളാക്കിയിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോവുള്ളൂ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെയാണ്. ഇത് കണ്ടു, ഇതാണ് ഇവിടുത്തെ എയർപോർട്ട് കേട്ടോ. ശരിക്കും നല്ല ഭംഗിയാണ് കാണാനായിട്ട്. വലിയൊരു ഏരിയ. ശരിക്കും അകലെ നോക്കുമ്പോൾ ഇതിങ്ങനെ കണ്ടോ, നല്ല ഡിസൈൻ പോലെ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നത് കണ്ടോ. ഫുൾ ഗ്ലാസ്സൊക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. താഴെ കണ്ടോ കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട്. കണ്ട ലൈറ്റൊക്കെ കുറേ ലൈറ്റ് കണ്ടോ, റെഡ് ലൈറ്റും വൈറ്റും. കാർ പാർക്കിംഗ് ഏരിയയാണ് ഇത് മൊത്തം. ഞങ്ങളിങ്ങനെ എയർപോർട്ട് എത്തിട്ടോ. അബുദാബി എയർപോർട്ടാണ് കേട്ടോ. അബുദാബി എയർപോർട്ടിലെത്തി. ഞങ്ങളിത് ആൾ പോവാറത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോകും. തിരിച്ചുണ്ടാവും. എന്തൊരു പോണ്ട ഞങ്ങളുടെ കൂടെ. ക്ലാസ്സിലേക്ക് പോകാറായി. വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നിന്നുള്ളൂ. പിന്നെ അവളത് വാശി പിടിച്ച് തുടങ്ങി പോകാനല്ല, അവൾക്ക് താഴത്ത് ഇറങ്ങാനായിട്ടായിരുന്നു വാശി കൂടുതൽ. അവൾക്ക് താഴെ ഇറങ്ങി നടക്കാനായിട്ടായിരുന്നു. ഞങ്ങളങ്ങനെ വേഗം അവിടെ എടുത്തില്ല. ആൾ പോവാണ്. 1 മാസം കഴിഞ്ഞ് വരികയായിരുന്നു. പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇട്ട് കണ്ടതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. എയർപോർട്ടിൻ്റെ ഒരു അറ്റാണത്. ഇത് കണ്ടോ, അങ്ങോട്ട് കടന്നു. ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു. ഞങ്ങൾക്ക് നെസ്റ്റോയിൽ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. എന്നിട്ട് വേണം ഇനി റൂമിലേക്ക് പോകാനായിട്ട്. ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനി ഫുഡൊക്കെ വീട്ടിൽ ചെന്നിട്ട് കഴിക്കുള്ളൂ. ബാക്കി കുറച്ച് വീട്ടിലേക്കുള്ള റൂമിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. കണ്ടോ ലൈറ്റൊക്കെ ആയിട്ട് ബിൽഡിങ്ങൊക്കെ ഉണ്ടോ. നമ്മൾക്കെനിക്ക് തോന്നുന്നു മൊബൈലിൽ കാണുമ്പോൾ എത്ര ഭംഗി ഉണ്ടാവും നമുക്കറിയില്ല. നൈറ്റ് ഡ്രൈവ് പോകുമ്പോൾ രാത്രി ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. ലൈറ്റ് ഇതൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നമ്മളെവിടേക്ക് പോണിച്ചുണ്ട്? നമ്മളെവിടേക്ക് പോണിച്ചുണ്ടോ? മിച്ചറൊക്കെ തന്നിരിക്കുക. ഞാൻ നെസ്റ്റോയിൽ പോവാണ് കേട്ടോ. നെസ്റ്റോയിൽ പോയിട്ട് ചുണ്ടുവിന് ചെറിയ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ചുണ്ട് അതും പ്രതീക്ഷണ വണ്ടിയിൽ ഓടി വന്നിരുന്നത്. ഇത്ര ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് വയ്യാണ്ടായി. നെസ്റ്റോ പോയിട്ട് ചുണ്ടുവിന് ഇങ്ങനെ ഓടിയൊക്കെ നടക്കാണ്ട് കുറെ. ഇതിൻ്റെപ്പോ
എടുത്താ ക്യാരറ്റ് ഇല്ല. മറ്റേ എല്ലോ പോത്തുംകാല് അതൊരു സംഭവം കുഴപ്പമില്ലല്ലേ. എന്നിട്ട് അങ്ങോട്ട് പോ. എടുക്കാനില്ല. വലിയ കിട്ടിട്ടുണ്ടോ? ഏതിന്? ചെമ്മീനാ? അന്നവാ ചെമ്മീൻ വാങ്ങിക്കണേ. എവിടെ അപ്പ? എവിടെ അപ്പ? എവിടെ അപ്പ? അപ്പനെ വിളിച്ചിട്ട് പോയോ? അപ്പുറം എന്തിട്ട് ഇടിക്കുന്നത്? ഡാൻസ് കളിച്ച് ഡാൻസ് കളിച്ച് ആളതേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ക്യാരറ്റും വെളുത്തുള്ളിയൊക്കെ കൊണ്ടൊരു മൂലയ്ക്ക് നിന്ന് അമ്മമ്മമാരുടെ പോലെ മുട്ടുവേദന ഇട്ടെന്ന് ഇരുന്നു തോന്നട്ടോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നിൽറ്റത് എല്ലാവരും ഇവളെ എന്നെ നോക്കി പോയിരുന്നത് എന്തിങ്ങനെ നിലത്ത് വന്നിരിക്കണേന്ന് വെച്ചിട്ട് ഞാൻ കുറേ വിളിച്ച് എന്ത് ചെയ്താൽ വരില്ല. ആളെ സ്ഥിരം പരിപാടിയാണ് എവിടെ ചെന്നാലും ഒന്നുമില്ലെങ്കിൽ ഒരു ക്യാരറ്റ് അല്ലെങ്കിൽ തക്കാളി ഇത് എപ്പോഴും കയ്യിലുണ്ടാവും. ഇതുപോലെ ഓടിയെടുക്കും. ഇതൊരു സിജ ബില്ലടിക്കാൻ ചെന്നപ്പോൾ അവിടെ എന്തോ ടോയാന്ന് തോന്നുന്നു. എനിക്ക് മനസ്സിലെന്താ സംഭവമൊന്നും അതെടുത്ത് അവളെ കാണിക്കുന്നത്. അവൾക്കത് കണ്ടിട്ടാണെങ്കിൽ പേടിയായി. ഇതിപ്പോൾ ഇവിടെ കുറേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ട്. ആൾക്ക് തന്നെ ചോക്ലേറ്റ് അങ്ങനെ ഒന്നും ആവശ്യമില്ല. അതും പറഞ്ഞാൽ അങ്ങനെ വാശിയൊന്നും പിടിക്കില്ല. പക്ഷെ ക്യാരറ്റ്, തക്കാളി, ആപ്പിൾ അതേപോലെ ഉണ്ട പോലെ ഇരിക്കണ എന്ത് കണ്ടാലും അത് കയ്യിലെടുത്ത് പിടിക്കും. അങ്ങനത്തെ വാശി മാത്രമേ ഉള്ളൂ. മിഠായിയോടും അങ്ങനെ ഐസ്ക്രീം അങ്ങനത്തേനൊന്നും അങ്ങനെ വാശിയൊന്നുമില്ല. ഇതൊക്കെ ഇതേ പിന്നെ സിജ ഓരോന്ന് എടുത്ത് വെക്കുകയാണ്. ഇപ്പോൾ ഞാൻ ഷോപ്പ് ചെയ്യാൻ കഴിഞ്ഞു. ഇവിടെ ശരിക്കും മൊബൈലിൽ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ പോവാണ് തിരിച്ച്. ഞങ്ങൾ നെസ്റ്റോയില് പോയി വന്നു. കഴിഞ്ഞിട്ട് ചെന്തൊരുന്ന ഞങ്ങൾ ചേച്ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനെ കാണാൻ വന്നേക്കട്ടെ. അവൻ നിസാം എന്ന് പറഞ്ഞിട്ട് അവനെ കണ്ടിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോകും. ചെന്തൊരു കൂടെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാണ്. നടന്ന് വയ്യാണ്ടായി വെള്ളം കുടിച്ച് കൊറേ ഡ്രസ്സുമ്പോ കൊറേ കളഞ്ഞ് ശുന്ദരു നല്ല പാട്ടൊക്കെ പാടി ഇരിക്കാണ് കേട്ടാ. ഇവിടെ ഉള്ള സ്ഥലമാണ് നമ്മൾ ആദ്യം താമസിച്ചത്. ഞങ്ങൾ ഇവിടെ കേട്ടോ ആദ്യം ചുണ്ടു വരണേക്കാളും മുമ്പ് ഞങ്ങൾ ഇവിടെയാണ് ആദ്യം താമസിച്ചിരുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമായിരുന്നു. പിന്നെ ചുണ്ടുവിന് ഓടിക്കളിക്കാനൊന്നും ഇവിടെ സ്ഥലമില്ലാത്ത കാരണം ഞങ്ങൾ അവിടെ വില്ല എടുത്തത്. ഇവിടെ താഴത്തെ റോഡും വണ്ടികളൊക്കെ ഉള്ള കാരണം പിന്നെ അവിടെ കൊച്ചിനെ പിരിക്കുക അങ്ങനെയൊക്കെ കളിക്കാനൊന്നും പറ്റില്ല. അവിടെ പിന്നെ കുഴപ്പമില്ല. ഇവിടെയാണ് ഞങ്ങളുടെ ഷവർമ്മ കട, ബിഗ് പോയിന്റ്.
ഷവർമ്മ ഇവിടെ കഴിഞ്ഞു. അപ്പൊ അമ്മ ഇങ്ങോട്ട് പോവാം. ഷവർമ്മ ഇവിടെ കഴിഞ്ഞു. എനിക്ക് ഷവർമ്മ ഒട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമായിരുന്നു, പക്ഷെ ഇപ്പൊ കഴിച്ചു കഴിച്ചപ്പോ ഇഷ്ടായി. സിജാനോ ഷുണ്ടൂനോ? ഓ ഷുണ്ടൂന് എന്നെ ഇഷ്ടം. ഓ ഷുണ്ടൂന്റെ സ്നേഹ പ്രകടനങ്ങളാണ് നോക്ക. അയ്യോ ഇതാണ് സൈത്തൂൺ. ഞങ്ങൾ ഇവിടുത്തെ റൂമിലായിരുന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് ഇടയ്ക്ക് ഫുഡ് കഴിക്കാനാണ്. ഞാൻ ആ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ എനിക്ക് ഇടയ്ക്ക് സ്പൈസി പോരെ? രണ്ടെണ്ണം വേണോ? ഒന്ന് വേണോ? ഒരെണ്ണം മതി. ബൈ കൊടുത്തു. ഹായ് ബൈ പറയാൻ. ഞങ്ങളങ്ങനെ തിരിച്ച് ഞങ്ങളുടെ റൂമിൽ എത്തിയിട്ടാ. സിജു ഗേറ്റിന് വിളിക്കുന്നുണ്ട്. ഗേറ്റ് ഇപ്പോൾ തുറക്കും. എന്നിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവാണ്. ഇതേ ശുണ്ടാണ് ഇപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ എത്തിയില്ല, അത് കാരണം കൊടുത്തതാട്ടാ. അല്ലെങ്കിൽ അങ്ങനെ ഇരുത്താറില്ല, ഇരുത്താൻ പാടില്ലല്ലോ ഇവിടെ അങ്ങനെ നിയമമുണ്ട്. ഫ്രണ്ട് സീറ്റിൽ ഇരിക്കാൻ പാടില്ല. അത് ഞങ്ങൾ ഇങ്ങോട്ട് കിടന്നു. ഇപ്പം അങ്ങനെ അവിടെ ഇരുന്നിരുന്നാട്ടോ അവള്. ഇതേ ഞങ്ങളങ്ങനെ എത്തി. ഇനി റൂമിൽ ചെല്ലും, ഫുഡ് കഴിക്കും, കിടന്നുറങ്ങും. ഫുഡൊക്കെ റെഡി ആക്കിയിട്ടാണ് വന്നത്. അപ്പം അതാണെങ്കിൽ ചെന്നപ്പോൾ ഇനി കഴിച്ചാൽ മതി. ഞങ്ങളുടെ വ്ളോഗ് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കെ ബൈ. ബൈ പറ ചുണ്ടു. ഗുഡ് നൈറ്റ്. ബൈ ഗുഡ് നൈറ്റ്. ചുണ്ടു ബൈ പറഞ്ഞേ. അവൻ മറ്റൊരു വീഡിയോയിൽ കാണും വരെ ടാറ്റാ.